കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹമാധ്യമങ്ങളിലും മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്നത് മുൻ എസ്ഐയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഫിലിപ്പ് മാമ്പാടാണ്. ലൈംഗിക പീഡന ആരോപണ കേസിൽ റിമാൻഡിലാണ് ഫിലിപ്പ്. സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുകയും മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് നിരന്തരം പ്രസംഗിക്കുകയും ചെയ്ത ഒരു വ്യക്തിയുടെ പേരിൽ ഇത്തരമൊരു ആരോപണം ഉയർന്നുവന്നത് ഫിലിപ്പിന്റെ പ്രേക്ഷകർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. കുടുംബം ഫിലിപ്പിനെ ജാമ്യത്തിലെടുക്കാനുള്ള ശ്രമത്തിലാണ്. കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഫിലിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബവുമായി ഇയാൾ അകൽച്ചയിലാണെന്ന് പ്രചരിച്ചിരുന്നു. എന്നാൽ അതെല്ലാം തെറ്റായ പ്രചരണങ്ങൾ മാത്രമാണെന്നും താനും മകളും ചേർന്നാണ് കേസ് നടത്തുന്നതെന്നും വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസം ഭാര്യ ഡോളി തന്നെ രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് മുൻപ് വെറുതെയല്ല ഭാര്യ റിയാലിറ്റി ഷോയിൽ കപ്പിളായി പങ്കെടുത്തപ്പോൾ ഫിലിപ്പിനെ കുറിച്ച് ഭാര്യ പറഞ്ഞ വാക്കുകളാണ് വീണ്ടും വൈറലാകുന്നത്. ഇരുവരുടെയും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പ്രാർത്ഥിച്ചു കിട്ടിയ പങ്കാളിയെന്നാണ് ഫിലിപ്പിനെ കുറിച്ച് ഡോളി അന്ന് വിശേഷിപ്പിച്ചത്. പോലീസുകാരൻ എന്ന നിലയിൽ ഫിലിപ്പ് അച്ചായനിൽ കണ്ടൊരു ഗുണം, പോലീസുകാരന്റെ ഡ്യൂട്ടി എന്താണോ അത് കൃത്യമായിട്ട് ചെയ്യും. ഏതു പാതിരാത്രിയിലാണെങ്കിലും ഏത് പൊരിവെയിലത്താണെങ്കിലും പോലീസുകാരന്റെ ഡ്യൂട്ടി അദ്ദേഹം ചെയ്യും. ട്രാഫിക് ഡ്യൂട്ടിയുമല്ലാതെ ഏൽപ്പിക്കുന്ന ഓവർ ഡ്യൂട്ടികളും ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം വിളി വന്നാലും ഡ്യൂട്ടിക്ക് തയ്യാറായി പോകും. ആളില്ലാതെ വരുമ്പോഴാണ് അത്തരം വിളികൾ വരുന്നത്. ഹൈലി ഡെഡിക്കേറ്റഡ് ആയ ഉദ്യോഗസ്ഥനാണ്. എന്നെ പെണ്ണ് കാണാൻ ഒരുപാട് ചെറുക്കന്മാർ വന്നിരുന്നു. അങ്ങനെ വന്നവരിൽ ആരെയും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം മീശ പോലും മുളയ്ക്കാത്ത പയ്യന്മാരായിരുന്നു. പക്വത തോന്നുമായിരുന്നില്ല. അന്ന് ഫിലിപ്പ് അച്ചായന് ഇന്നത്തേക്കാൾ കട്ടിയുള്ള മീശയായിരുന്നു. വെളുത്ത ആളുകളേക്കാൾ എനിക്ക് കറുപ്പിനോടായിരുന്നു ചെറുപ്പം മുതൽ ഇഷ്ടം. വിവാഹത്തിന് മുമ്പ് പെണ്ണു കാണൽ നടക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയുമായിരുന്നു എനിക്ക് കറുത്ത ചെക്കന്മാരെ മതിയെന്ന്. കാരണം കറുപ്പിലുമുണ്ടല്ലോ ഒരു സൗന്ദര്യം. വരുന്ന ചെക്കന്മാരെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അമ്മ എപ്പോഴും കരയുമായിരുന്നു. വിവാഹത്തോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നാണ് അമ്മ കരുതിയത്. അങ്ങനെ ഒരു രാത്രി അമ്മയുടെ കരച്ചിൽ കണ്ട് ഞാനും കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവമേ, എനിക്കിഷ്ടപ്പെടുന്ന ഒരു ചെറുക്കനെ കൊണ്ട് തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിനു പിറ്റേ ദിവസമാണ് ഫിലിപ്പ് അച്ചായൻ എന്നെ പെണ്ണ് കാണാൻ വന്നത്. അച്ചായനെ കണ്ട ശേഷം കറുത്തിട്ടാണ് ചെറുക്കനെന്ന് എന്റെ ആങ്ങളയുടെ ഭാര്യ പറഞ്ഞു. പക്ഷെ എനിക്കത് പ്രശ്നമുണ്ടായിരുന്നില്ല. കാരണം മുഖം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നടന്നു പോകുന്ന ഫിലിപ്പ് അച്ചായന്റെ പിറകുവശം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. ചായയുമായി ചെന്നപ്പോൾ ടിപ് ടോപ്പിലിരിക്കുന്ന അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫിലിപ്പ് അച്ചായൻ നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നിന്നും അദ്ദേഹത്തെ അകറ്റി നിർത്താൻ എനിക്ക് കഴിയില്ല. കാണുമ്പോഴുള്ള ജീവിതമായിരിക്കില്ല വിവാഹത്തിനു ശേഷം. എനിക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ ഫിലിപ്പ് അച്ചായനിലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ചില സ്വഭാവങ്ങൾ എന്നിലുമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ പല സംഭവങ്ങളും കാരണം ഒത്തിരി വേദനയുണ്ടായിട്ടുണ്ട്. അത് നിരാശ തോന്നിയ നിമിഷങ്ങളായിരുന്നു എന്നാണ് ഡോളി പറഞ്ഞത്.